കഷ്ടപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങ് നൽകി ഏവരുടെയും പ്രിയപ്പെട്ടവനായ നടനാണ് സുരേഷ് ഗോപി. സഹജീവികളോട് കരുണ കാണിക്കാൻ അദ്ദേഹത്തിനുള്ള മനസ്സ് വളരെ വലുതാണ്. നല്ല ഒരു രാഷ്ട്രീയക്കാരനും മികച്ച നടനും അതിലൊക്കെയുപരി സമൂഹത്തിന് നല്ലത് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നതിൽ തർക്കമില്ല. എത്ര പേരുടെ കണ്ണീര് അദ്ദേഹം ചിരിയായി മാറ്റിയിട്ടുണ്ട്. നിരവധി പേരെ അദ്ദേഹം ചേർത്തു പിടിച്ചിട്ടുണ്ട്. സഹജീവിയുടെ കണ്ണീരിന്, അവന്റെ നിസ്സഹായ അവസ്ഥയ്ക്ക് വില നൽകാൻ ഒരു വലിയ നടനായിട്ടും അദ്ദേഹം നേരിട്ടിറങ്ങിയ എത്രയോ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വളരെ പ്രശംസ അർഹിക്കുന്നതാണ്. സുരേഷ് ഗോപി മാത്രമല്ല, ഭാര്യ രാധികയും അദ്ദേഹത്തെ പോലെ തന്നെ സമൂഹജീവിയോട് കരുണയുള്ള ഒരു വ്യക്തിയാണ്. ഇവർക്ക് 5 മക്കളായിരുന്നു. അതിൽ ഒരു മകളായ ലക്ഷ്മി ചെറുപ്പത്തിൽ തന്നെ അപകടത്തിൽ മരിച്ചു. ഇന്നും അദ്ദേഹത്തിനും കുടുംബത്തിനും അത് വലിയ വേദന തന്നെയാണ്. മകളുടെ പേരിൽ ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുമുണ്ട്. ഇതിലൂടെ നിരവധി പേർക്ക് താരം ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അംഗപരിമിതർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, അങ്ങനെ ചെറുപ്പമോ വലുപ്പമോ ഒന്നുമില്ലാതെ സഹായം ആവശ്യമായവർക്ക് അദ്ദേഹം വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അദ്ദേഹം സഹായിച്ചവരെല്ലാം ദൈവത്തിന് തുല്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നതും. ദൈവം തന്റെ പ്രവർത്തികൾക്കായി പലരെയും നിയോഗിച്ചിട്ടുണ്ട്. അതിന്റെ മകുട ഉദാഹരണമാണ് സുരേഷ് ഗോപി. ഇപ്പോഴിതാ ഇവർ രക്ഷിച്ച കുടുംബത്തെ പറ്റി പറയുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഋതുരാജ് എന്ന പെൺകുട്ടിയുടെ വീട് ജപ്തിയായ സമയത്ത് സഹപാഠികൾ ചേർന്ന് ബിരിയാണി ചലഞ്ച് നടത്തിയും കൂപ്പണുകൾ വിറ്റും ഡിഷ് വാഷ് ഉണ്ടാക്കി വിറ്റും ലോട്ടറി കച്ചവടം നടത്തിയുമൊക്കെ ഇവരുടെ ബാങ്കിലെ ആധാരം തിരികെ വാങ്ങിച്ചത്. 2.25 ലക്ഷം രൂപ തിരികെ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതിനാലാണ് 5 സെന്റ് സ്ഥലവും വീടും ജപ്തിയായത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഋതുരാജിനും പിതാവിനും ആധാരം തിരികെ നൽകി സുരേഷ് ഗോപി ഇവരുടെ വീട് പണിക്ക് വേണ്ടിയുള്ള സഹായധനവും പ്രഖ്യാപിച്ചു. 4 ലക്ഷം രൂപ നൽകുമെന്നും മാത്രമല്ല സേവാഭാരതി പ്രവർത്തകരോട് വീട് വെച്ച് നൽകാനും അദ്ദേഹം നിർദ്ദേശം നൽകി. സുരേഷ് ഗോപിക്കൊപ്പം ഈ ചടങ്ങിന് ഭാര്യ രാധികയും സാക്ഷ്യം വഹിച്ചിരുന്നു. നന്ദി കൊണ്ട് ആ പെൺകുട്ടി രാധികയുടെ കാലിൽ വീണിരുന്നു. കോവിഡ് മൂലം പിതാവിന് ജോലി നഷ്ടമായതും അമ്മയ്ക്ക് അപകടമുണ്ടായതുമാണ് വായ്പ മുടങ്ങാനും ഈ പെൺകുട്ടിയുടെ വീട് ജപ്തിയാകാനും കാരണമായത്.